ആദ്യ OTT അപ്ഡേറ്റ് മിണ്ടിയും പറഞ്ഞു എന്ന് പറഞ്ഞ നമ്മുടെ ഉണ്ണി മുകുന്ദൻ സിനിമയിൽ തന്നെയാണ്. ഉണ്ണി മുകുന്ദൻ അപർണ ബാലമുരളി അഭിനയിച്ച സിനിമയാണ് നമ്മുടെ മിണ്ടിയും പറഞ്ഞു എന്ന് പറഞ്ഞ സിനിമ. ക്രിസ്മസ് ദിനത്തിലാണ് സിനിമ 25-ാം തീയതി കഴിഞ്ഞ വർഷം റിലീസിന് വന്നത്. വളരെ ഡിസാസ്റ്റർ ആയിട്ടാണ് പടത്തിന്റെ കളക്ഷൻ ബോക്സ് ഓഫീസിൽ അവസാനിച്ചത്. എന്തായാലും പടം OTT റിലീസിന് പോവുകയാണ്. സൺനെക്സ്റ്റ് ആണ് സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയത്. എന്തായാലും ഫെബ്രുവരി മാസം 6-ാം തീയതി സിനിമ സൺനെക്സ്റ്റ് വഴി മലയാളം പകർപ്പിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് മനശങ്കരെ വരപ്രസാദ് ഗുരു എന്ന് പറഞ്ഞ സിനിമയും തന്നെയാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. സിനിമ മലയാളം, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി, തമിഴ് ഭാഷയിലായിട്ട് ഈ വരുന്ന ഫെബ്രുവരി മാസം 11-ാം തീയതി നമ്മുടെ ZEE5 എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു തെലുങ്ക് സിനിമ എന്തായാലും നമുക്ക് മലയാളത്തിലും ഈ സിനിമ ആസ്വദിക്കാൻ സാധിക്കും ഫെബ്രുവരി മാസം 11-ാം തീയതി. അതും നമ്മുടെ ZEE5-ലൂടെ. കാത്തിരിക്കാം നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് തമിഴ് സിനിമയായ നമ്മുടെ കൊമ്പ് സേവി എന്ന് പറഞ്ഞ സിനിമയും തന്നെയാണ്. പടത്തിന്റെ OTT റിലീസ് ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് വരാൻ പോകുന്നത്. തമിഴ് പകർപ്പിൽ മാത്രമായിട്ടായിരിക്കും പടം റിലീസ് ചെയ്യാൻ പോകുന്നത് ടെൻകോട്ട വഴി. കാത്തിരിക്കാൻ നമുക്ക് ടെൻകോട്ടയിൽ ഫെബ്രുവരി മാസം 6-ാം തീയതി ഒരു തമിഴ് സിനിമയ്ക്കായിട്ട്. വീണ്ടും ഒരു തമിഴ് സിനിമ തന്നെയാണ് പരാശക്തി. നമ്മുടെ ശിവകാർത്തികേയൻ, ശ്രീലീല, അദ്രവ, രവിമോഹൻ എന്നിവർ അഭിനയിച്ച സിനിമയാണ്. പടം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നില്ല, വൻ പരാജയമാണ്. കഴിഞ്ഞ 25 ദിവസമായിട്ട് പടം ബോക്സ് ഓഫീസിൽ വൻ ഫ്ലോപ്പാണ്. കാരണം പടത്തിന് ബഡ്ജറ്റ് 150 കോടിയാണ്. കളക്ഷൻ നേടിയത് വളരെ കുറവ് തന്നെയാണ്. പടം അങ്ങനെ OTT റിലീസിന് പോവുകയാണ്. OTT ബിസിനസ്സിൽ സിനിമയ്ക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസറിന് ലാഭമായി പോകാൻ ചാൻസ് കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം 7-ാം തീയതി നമ്മുടെ ZEE5-ൽ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, തെലുങ്ക് ഭാഷയിൽ സിനിമ OTT റിലീസിന് പോവുകയാണ്. ഹിന്ദി പകർപ്പ് നിലവിൽ കൺഫേം അല്ല. മറ്റൊരു അപ്ഡേറ്റ് ആണ്, മറ്റൊരു ബോംബാണിത്. രാജാ സാബ് നമ്മുടെ പ്രഭാസിന്റെ. എന്തായാലും തെലുങ്ക് സിനിമയാണ്. സിനിമ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഫെബ്രുവരി മാസം 6-ാം തീയതി സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഭാഷയിലായിട്ട്. എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാർ നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട് സിനിമേൻ്റെ മാർക്കറ്റിങ്ങിനായിട്ട് OTT റിലീസ്. കാരണം OTT റിലീസ് പോസ്റ്റേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമാണ് നല്ല അടിപൊളിയായിട്ടാണ്, അട്രാക്റ്റീവായിട്ട് രീതിയിലാണ് മാർക്കറ്റിംഗ് ചെയ്യുന്ന പടത്തിൻ്റെ OTT റിലീസ്. അങ്ങനെയും ജിയോ സ്റ്റാറിന് പടം മേടിച്ചതിന് ലാഭമാവട്ടെ. ലക്കി നമ്മുടെ GV പ്രകാശ്, അനുസരാജ് അഭിനയിച്ച് പുറത്തിറങ്ങാൻ പോകുന്ന ഒരു അടിപൊളി സീരീസാണ്. ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ. അതും മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിലായിട്ട്. എന്തെങ്കിലും കാത്തിരിക്കും നമുക്ക് ചിത്രത്തിൻ്റെ OTT റിലീസിനായിട്ട്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ.